ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ജോഫിയ. ഞാൻ ചെല്ലാനം സ്വദേശിനിയാണ്. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ വിദേശത്തേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിങ് എല്ലാം കറക്റ്റായിട്ട് തന്നെ നടന്നുപോയി. അപ്പം ഞാനൊരു സ്വകാര്യ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നോട് ഏജൻസിക്കാർ പറഞ്ഞത് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് പോകാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജൂലൈ ആയപ്പോഴേക്കും എൻ്റെ കോൺട്രാക്റ്റൊക്കെ വരാൻ താമസിച്ചു. അപ്പോൾ ജൂലൈ ആയപ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. കോൺട്രാക്റ്റ് വന്ന ആ ഒരു സമയം തന്നെ ഞാൻ ജോലിയിൽ റിസൈൻ ചെയ്തു. കാരണം എനിക്ക് ഇരട്ടക്കുട്ടികളാണ്. അപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നാൽ ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് ജോലിയിൽ തന്നെ ആയിരുന്നു. മക്കളുടെ കൂടെ അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ മക്കളുടെ കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജോലി റിസൈൻ ചെയ്ത് കുറേ നാളുകൾ പോയി. എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നുണ്ടായിരുന്നില്ല. നവംബർ ആയിട്ടും എൻ്റെ വർക്ക് പെർമിറ്റ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ കുടുംബ യൂണിറ്റിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ മാതാവ് ഞങ്ങളുടെ വീട്ടിലേക്കാണെന്നുള്ളത് കുടുംബ യൂണിറ്റിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, മാതാവ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ ഈ വർക്ക് പെർമിറ്റിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നവംബർ ലാസ്റ്റോടെ മാതാവ് വീട്ടിലേക്ക് വന്നു. മാതാവിൻ്റെ രൂപം വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. എനിക്കെന്തായാലും താമസിച്ചാണെങ്കിലും എൻ്റെ വർക്ക് പെർമിറ്റ് വലിയ താമസമില്ലാണ്ട് വരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 2-ാം തീയതി എൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം. അപ്പോൾ എൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡപ്പായിട്ട് നടക്കുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഡിസംബർ 2-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഇതിൽ എന്നുവെച്ചാൽ എൻ്റെ സഹോദരങ്ങൾ 2 പേര് UK പോകാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഒരു 22 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പകുതിക്ക് നിൽക്കുന്നത്. അപ്പോൾ എനിക്കും പോകാൻ പറ്റില്ലെന്നാണെങ്കിൽ അത് വീട്ടിൽ വളരെയധികം ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായി മാറും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി തുടങ്ങും. അപ്പോൾ എനിക്ക് എൻ്റേതായ ഇതിൽ ഞാൻ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല. ഞാൻ എപ്പോഴും ഏജൻസിയിൽ വിളിക്കും. അപ്പോൾ അവർ പറയും ഡിലേ ഉണ്ട് ചേച്ചി, വരും, സമയം എടുക്കുമെന്നൊക്കെ മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ബാച്ചിൽ 10 പേരുണ്ടായിരുന്നു. അതിൽ 6 പേർക്കോളം വന്നു. അവരുടെ പ്രോസസ്സിങ് കാര്യങ്ങൾ സ്പീഡായിട്ട് നടന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് 2-ാം തീയതി ഡിസംബർ 2-ന് ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് 4-ാം തീയതി വർക്ക് പെർമിറ്റ് വന്നു. 4-ാം തീയതി വർക്ക് പെർമിറ്റ് വന്നു. 12-ാം തീയതി VFSന് എനിക്ക് ഡേറ്റ് കിട്ടി. അപ്പോൾ VFSന് പോകുമ്പോഴാണെങ്കിലും ശരി, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പേപ്പർ വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വല്ല ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനോടെയാണ് ഞാൻ പോയത് തന്നെ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അനുഗ്രഹീത പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് 5:30 യൂട്യൂബിൽ ഞാൻ കൂടുമായിരുന്നു. അന്ന് ഞാൻ പോയപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അപ്പോൾ ആ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഇന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടും പലവിധ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും പോകുന്ന എല്ലാവരും ആ ഹോൾ ടിക്കറ്റോ ആ ഫയൽ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛൻ പ്രാർത്ഥന ചൊല്ലുമ്പോഴേക്കും അത് കയ്യിൽ വെക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാനന്ന് അങ്ങനെ കയ്യിലത് പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 11 മണിക്കാണ് VFSൻ്റെ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഞങ്ങളൊരു 8:30 ആയപ്പോൾ അവിടെ എത്തി. 9 മണിയോടുകൂടി ഞാനൊന്ന് ജസ്റ്റ് അവിടെ കയറി നോക്കിയതാണ്. അപ്പോഴേക്കും എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചു. അത് വളരെ വലിയ കുഴപ്പമില്ലാണ്ട് സ്പീഡിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ മിസ് ജോഫി എന്നും പറഞ്ഞിട്ടാണ് അവർ എൻ്റെ ഏജൻസിയിൽ നിന്ന് ചെയ്തിരുന്നത്. അപ്പോൾ എന്നോട് ആ സ്റ്റാഫിനോട് ചോദിച്ചു, മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മാരീഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ജോബ് പറഞ്ഞു. അപ്പോൾ ഇതിൽ മിസ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു, മിസ്സസ് എന്ന് ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ചപ്പോൾ അവരൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബില്ലൊക്കെ തന്നു. ഞാൻ അടച്ചിട്ട് വന്നു. അപ്പോൾ എൻ്റെ പുറകിലൊരു ഫാമിലി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേരിലൊരു എന്തൊരു മിസ്റ്റേക്കോ എന്തോ വന്നിട്ട് അവരുടെ അടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ക്ലിയർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് പോയതാണ്. അപ്പോൾ അത് എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് മാതാവ് സഹായിച്ച് അത് ക്ലിയർ ചെയ്തു. പിന്നെ അതിന് ശേഷം എന്ന് വെച്ചാൽ എനിക്ക് പിന്നീട് വിസ വരാൻ വേണ്ടിയിട്ട് വീണ്ടും കാലതാമസം ഉണ്ടായി.
കാലതാമസം ഉണ്ടെങ്കിൽ ആദ്യം പോയ ബാച്ചിൽ അവർ ഡിസംബർ 3-ാം തീയതിയോടുകൂടി അവർ 6 പേര് വിദേശത്തേക്ക് പോയി. അപ്പോൾ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെയായിരുന്നു പോയത്. അപ്പം എൻ്റെ വിസ വരാനായിട്ട് 20 ദിവസമൊക്കെയാണ്, മാക്സിമം 25 ദിവസമൊക്കെയാണ് അവരുടെ വിസ അപ്രൂവായി വന്നത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പേരുടെ വന്നിട്ടില്ല. ഒരു 50 ദിവസത്തിൻ്റെ അടുത്തെടുത്തു തോന്നുന്നു, 45 ദിവസം കഴിഞ്ഞു. ഞാനപ്പോൾ ഓരോ തവണയും VFSൻ്റെ ഓഫീസിൽ അവിടെ കസ്റ്റമർ കെയറിൽ വിളിക്കും, എന്താണ് കാര്യം, എന്താ ഡിലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും പ്രോസസ്സിങ്ങിലാണ്. പിന്നെ ഏജൻസിയിൽ വിളിക്കുമ്പോൾ അവർ പറയണത് ഇത് ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ ആയതുകൊണ്ടിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ, അതും കുറച്ച് താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 6 മാസമായിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പം ഞാനിത് പോകാനുള്ളതിൻ്റെ പൈസ തന്നെ മാതാവായിട്ട് എനിക്ക് കണ്ടുപിടിച്ച് തന്നതാണ്. എനിക്ക് ലോൺ കിട്ടി. അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ എൻ്റെ ലോൺ അടഞ്ഞുകൊണ്ട് പോയത് എൻ്റെ സ്വർണം വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതും ഞാൻ ആ മാതാവിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഞാൻ പോകുന്നതിന് എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതുമല്ല, ഇത് ഒരു തെറ്റായ ഒരു ഇതാണ്, ഫേക്കായ ഒരു ഇതാണ് എങ്കിൽ എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. അഥവാ എനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ എന്നെ ഇതിൻ്റെ അവസാനം വരെ കാത്തുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, എൻ്റെ അനിയത്തി അവളുടെ ഡെലിവറി ടൈം ഈ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇരട്ടക്കുട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയാൽ അവളുടെ കൂടെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വീട്ടിലൊരാളുടെ ഇത് കുറവുണ്ടാവുമായിരുന്നു വെച്ചാൽ പിള്ളേരെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല, പക്ഷേ മാതാവ് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മാതാവ് എനിക്ക് എല്ലാം തരേണ്ട സമയത്ത് തന്നെയാണ് എല്ലാം കറക്റ്റായിട്ട് തന്നത്. ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് അവളുടെ ഡെലിവറി സമയം, അതായത് 7-ാം തീയതിയാണ് അവൾ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. എനിക്ക് 6-ാം തീയതി വിസ ഡെസ്പാച്ച് ആയെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അപ്പം ഞാൻ ഒരു 4 മണി വരെ മെയിലെടുത്ത് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു കാര്യം. പിറ്റേ ദിവസം ഇവളെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇവൾ പ്രസവിച്ചെന്നും പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ മാതാവ് ഈ ഒരു സമയത്ത് തരാനാണെങ്കിൽ ഇന്ന് എനിക്ക് തരും, വെള്ളിയാഴ്ച എനിക്ക് മെസ്സേജായിട്ട് അറിയാൻ പറ്റും, അതല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ആയിരിക്കും, കാരണം ശനിയും ഞായറും അവധി ആയതുകൊണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ മെയിലിൽ വിസ ഡെസ്പാച്ച് ആയെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു എന്നാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ വിസ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതം എന്നുള്ള വേണം, എനിക്ക് പിറ്റേ ദിവസം ശനിയാഴ്ച ബ്ലൂ ഡാർട്ട് കൊറിയറായിട്ട് എനിക്ക് വിസ കയ്യിൽ കിട്ടി. അപ്പം ഞാനത് വീട്ടിലോട് എല്ലാവരോടും പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സന്തോഷമായി. എന്നുവെച്ചാൽ ഇത്രയും നാൾ ഞാൻ ഡിലേ ആയിട്ട് ഇന്നു എൻ്റെ കാര്യങ്ങൾ, എന്നുവെച്ചാൽ ലോൺ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു. ഒരു തവണയെങ്കിലും മുടക്കം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിവിൽ സ്കോർ പ്രശ്നമാവും. അങ്ങനെ ഭയങ്കര സങ്കടമുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ ഈ അനുദിന അനുഗ്രഹിത പ്രാർത്ഥന കൂടുന്നൊരു വ്യക്തിയാണ്. അപ്പം ആ പ്രാർത്ഥനയിൽ എനിക്ക് വലുതും ചെറുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. സമയപരിമിതി കൊണ്ടിട്ട് പറയാനായിട്ട് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. ഞാനിവിടെ വന്നപ്പോൾ പുറത്തോട്ട് പോകാനുള്ള ടിക്കറ്റ് എനിക്ക് ആയിട്ടുണ്ട്. ഞാനപ്പം മാതാവിനോട് പറഞ്ഞതാണ്, എനിക്ക് പുറത്തോട്ട് പോകാനുള്ള ടിക്കറ്റ് കിട്ടുന്ന എൻ്റെ തലേന്ന് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയും. അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായാലും ഞാൻ എങ്ങനെയെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഏജൻസിയിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് കൺഫേം ആയത് അയച്ചു തന്നത്. അപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ അന്വേഷിച്ചു. അപ്പം ഞാൻ അച്ഛൻ ഇവിടെ സ്കൂളിൽ പരീക്ഷയ്ക്കുള്ള കുട്ടികൾക്ക് ബ്ലെസ്സിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അച്ഛൻ്റെ ഇന്നൊരു ബ്ലെസ്സിങ് കിട്ടണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായി. അപ്പം ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞ് സമയം കഴിഞ്ഞു പോയി, അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് വഴിയില്ല, മാനേജറുടെ അടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു സെക്കൻഡ് കൗണ്ടറിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇങ്ങോട്ട് രാവിലെ കയറിയപ്പോൾ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ പത്രം കൊടുക്കുന്നതിൻ്റെ അവിടെ ചെന്നപ്പം ഒരു പയ്യനെ കണ്ടു. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഇതിൻ്റെ പ്രിൻ്റ് എടുക്കണം, പ്രിൻ്റ് ഇല്ലാണ്ട് അച്ഛൻ്റെ കാണാനായിട്ടുള്ള ചീട്ടൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തോന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ പേപ്പറൊക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞു ഫോണിലാണ് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പേപ്പർ ഉള്ളത്, അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വേഗം പോയത് എടുക്കുക എന്നിട്ട് ചെല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ചേച്ചിയോട് ചോദിച്ചു, ഇവിടെ അടുത്തുമല്ല ഫോട്ടോ കോപ്പി എടുക്കുന്ന സ്ഥലമോ കഫേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു.
അപ്പം അവർ പറഞ്ഞു ഇവിടെ ഇല്ല, ജംഗ്ഷനിലോട്ട് പോകണം, കുറച്ച് ദൂരം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇത് കാണാൻ പറ്റില്ല, ഞാനിനി പോയിട്ട് വരണ്ടേ, അപ്പോഴേക്കും എനിക്ക് കാണാൻ പറ്റുന്നൊരു സങ്കടമായി. അപ്പം ഞാൻ മാതാവിനോട് അപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞു, മാതാവേ എനിക്ക് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റുമെങ്കിൽ വലിയ അനുഗ്രഹമായിരുന്നു, അതെനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അതെനിക്ക് ചെയ്തു തരാനായിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങി ഒരു വീടാണ്, അവിടെ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം അവിടെ പോയി എടുത്തുകൊണ്ടും വന്നു. എന്നിട്ട് ഇവിടെ അക്കൗണ്ട് സെക്ഷൻ്റെ അവിടെ ഞാൻ വീണ്ടും ചെന്നു. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ ടൈം കഴിഞ്ഞു പോയി, അച്ഛന് ഉച്ചവരെ ഉള്ളു, ബ്ലെസ്സിങ് കിട്ടുമോ എന്നുള്ളത് സംശയമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചിറങ്ങി. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ തന്നെ കറങ്ങി നടന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ പയ്യനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ചേച്ചി ഒന്നും കൂടി ചെന്ന് നോക്കൂ, മാനേജർ ഉണ്ടാവും, സംസാരിച്ച് നോക്കുമെന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മാനേജറെ പോയി കണ്ടു, ഇതെല്ലാം കാണിച്ചു. അങ്ങനെ എനിക്ക് അത്ഭുതം എന്നാണ്, അച്ഛനെ കാണാനുള്ള വെള്ള പേപ്പറിൽ എനിക്ക് എഴുതി കിട്ടി. ഇവിടെ വന്ന് അച്ഛൻ്റെ ഇന്ന് ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റി. അപ്പം ബ്ലെസ്സിങ് മേടിക്കണ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആദ്യത്തെ 2 മാസം കറക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു മാസം ആയപ്പോഴേക്കും എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ ഒന്നും പറ്റാത്ത സാഹചര്യമായി. കാരണം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മക്കൾ എൻ്റെ കൂടെ എഴുന്നേൽക്കും, അപ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും, അങ്ങനെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ അച്ഛൻ്റെ നിന്ന് ബ്ലെസ്സിങ് മേടിക്കാൻ നിൽക്കുന്ന സമയത്ത് മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു, മാതാവ് അച്ഛൻ എന്നെ വഴക്കായിട്ട് എന്തെങ്കിലും പറയുമോ? കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് മുടക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വഴക്കായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. ഇപ്പോൾ എല്ലാവരും കൂടെ ചെന്നെങ്കിലും പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവുമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഒരു അത്ഭുതമായി. അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛൻ എൻ്റെ തലയെ തൊട്ട് ബ്ലെസ് ചെയ്തു, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ബ്ലെസ് ചെയ്തു, അതുപോലെ തന്നെ എൻ്റെ യാത്ര എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ബ്ലെസ് ചെയ്തു. പിന്നെ എനിക്ക് അച്ഛൻ ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പേപ്പർ വന്നപ്പം മോളേന്ന് വിളിച്ചിട്ടാണ് പേപ്പർ വന്നത്. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നവും PCOD പ്രശ്നവും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം എൻ്റെ കഴുത്ത് ഇങ്ങനെ സ്വെല്ലിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ജന്മന ഉള്ളതാണ്, തൈറോയിഡല്ല, സ്കാനൊക്കെ ചെയ്തിട്ടുണ്ട്, അന്നേരം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ ഡെലിവറിക്ക് ശേഷം എനിക്ക് ശരീരത്തിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടായി. വണ്ണം വെച്ചിട്ട് വണ്ണം കുറയുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ ലെവലും കൂടിപ്പോയി. പിന്നെ PCOD ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടിട്ട് എനിക്ക് ബ്ലീഡിങ് വരുമ്പോൾ, പീരീഡ്സ് ആകുമ്പോൾ ബ്ലീഡിങ് വരുമ്പോൾ 1.5 മാസത്തോളം ബ്ലീഡിങ് ഒക്കെ വരും. അപ്പോൾ ഈ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഉറക്കം കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, ഇരട്ട പിള്ളേരായതുകൊണ്ടിട്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് 2 വീലർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പലപ്പോഴും ക്ഷീണം കൊണ്ടിട്ട് ഞാൻ നിർത്തിയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2-3 തവണയായിട്ട് HB നോക്കിയപ്പോൾ 6-8 ആ ഒരു ലെവലൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ച് അയണിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം മരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ അയണിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിക്കുമ്പോൾ വേറെ ഛർദിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഇതൊന്ന് കാണിച്ച് നോക്കുക എന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പ്രായമുള്ളൊരു അപ്പൂപ്പനായിരുന്നു, എന്നോട് ചോദിച്ചു, മോളെ നമുക്ക് തൈറോയിഡ് ഉണ്ടോ, കഴുത്തൊക്കെ വീർത്തിരിക്കുന്നുണ്ടല്ലോ, ഇതിലും ഭയങ്കരമായിട്ട് വീർത്തിറന്നിരുന്നേച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നോക്കിയിട്ടുള്ളതാണ്, എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു സമാധാനം ഇല്ലാണ്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബ്ലഡിൽ തൈറോയിഡ് ലെവൽ കൂടുതലായിരുന്നു. 15 ആയിരുന്നു ആദ്യത്തെ വാല്യൂ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു. അപ്പോൾ ഇത് രാവിലെ അലാറം വെച്ചൊന്ന് വേണം ഈ മരുന്ന് കഴിക്കാനായിട്ട്. അത് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ കാപ്പി ചായ അതൊന്നും കുടിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു 1.5 മാസത്തോളം ഞാൻ ആ മെഡിസിൻ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കി. ചെയ്തപ്പം 15 എന്നുള്ളതിൽ നിന്ന് 19 ആയി അതിൻ്റെ ലെവലെന്ന് പറയുന്നത്. അതായത് കുറയുന്നില്ല, ഇത് വീണ്ടും കൂടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര സങ്കടമായി. ഞാൻ ഇത്രയും മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ലല്ലോ മാതാവേ എന്നുള്ളൊരു തോന്നലേ. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഈ 2 കാര്യങ്ങൾ, ഈ 2 അസുഖങ്ങളും കൂടി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടിയിൽ ഞാനൊരു 6 മാസത്തോളമായി ഞാൻ ആ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ ഈ അടുത്ത് ഞാൻ എൻ്റെ അപ്പച്ചനായിട്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പം ഞാൻ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സമയത്ത് റിസൾട്ട് മേടിക്കാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, മാതാവ് എൻ്റെ റിസൾട്ട് നോർമലാക്കി തരണേ. കാരണം ഇത് വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാരണം നാടല്ല, വേറെ വിദേശ രാജ്യമാണ്. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിന് ഒരുവിധം പരിമിതികളൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ അതിനായിട്ട് എന്നെ ഒന്ന് കാത്തോളണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റിസൾട്ട് മേടിച്ചപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ റിസൾട്ട് മേടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. കാരണം എൻ്റെ തൈറോയിഡിൻ്റെ ലെവൽ 3.26 എന്നായി. ഞാൻ ഒരു 6-5 മാസത്തോളം ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല. മെഡിസിൻ എടുക്കാണ്ട് അത്രയും ലെവൽ കൂടിയ ആ ഒരു തൈറോയിഡിൻ്റെ വാല്യൂ വളരെ നോർമലായിട്ട് കാണിക്കുന്നു. അതുകൂടാതെ എൻ്റെ PCODയുടെ പ്രശ്നം എനിക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് നോർമലായിട്ട് പീരീഡ്സായി ബ്ലീഡിംഗ് ഒന്നും ഇല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അത് പോകുന്നത്. അപ്പോൾ അത് എനിക്കൊരു മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഈ 2 കാര്യങ്ങൾ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. ഞാനപ്പോൾ വീട്ടിൽ പറയുമായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തിയായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്ത് കുറച്ചങ്ങോട്ട് മാറി ഒരു ഓർഫണേജ് ഉണ്ട്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എൻ്റെ ഉപയോഗിച്ച ഡ്രസ്സ് പിന്നെ കുറച്ച് ഡ്രസ്സ് ഉപയോഗിക്കാതെ ഉണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം അവർ യൂസ്ഡ് ഡ്രസ്സ് ഇങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് കൊണ്ടിട്ട് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എന്തായാലും ഞാൻ ചോദിച്ചു പോയി. അപ്പോൾ കുറച്ച് പിള്ളേർക്കെങ്കിലും, എനിക്ക് എല്ലാവർക്കും മേടിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികമില്ല, കുറച്ച് പേർക്കെങ്കിലും മേടിച്ചു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം തന്നെയെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഡിസംബർ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ രൂപം തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. കാശ് രൂപം ഉണ്ടായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ടും പോയി. അപ്പോൾ എനിക്ക് ഒരു ഷോപ്പിൽ, ഞാനപ്പോൾ അവിടുത്തെ കോൺവെൻറ്റിലെ സിസ്റ്ററെ വിളിച്ച് ചോദിച്ചു, സിസ്റ്റർ അവിടെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ കുറച്ച് നമ്പർ കൂടുതലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എത്രയും കുട്ടികൾക്ക് എനിക്ക് മേടിക്കാൻ പറ്റില്ല, ചെറിയ കുട്ടികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ അവിടെ നിന്ന് പറഞ്ഞു ഒരു വയസ്സ് തൊട്ട് 4 വയസ്സ് വരെയുള്ള 10 കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടിട്ട് എനിക്ക് ആ 10 കുട്ടികൾക്ക് ഒരു 3000 രൂപയിൽ എൻ്റെ മക്കൾക്കും ആ 10 കുട്ടികൾക്കും നല്ല രീതിയിലുള്ള ഡ്രസ്സ് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി. എന്നുവെച്ചാൽ സാധാരണ അല്ല, നല്ല ഇതായിട്ടുള്ള ഡ്രസ്സായിരുന്നു ഇതെല്ലാം. കാരണം വെച്ചാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമായ കാര്യമാണ്. പിന്നെ അതുകൂടാണ്ട് ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നത് വിശപ്പിൻ്റെ വിളി എന്നുള്ളൊരു കൂട്ടായ്മയുണ്ട്. അതിലേക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ ആഴ്ചയിൽ ഞാൻ സംഭാവന കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഈ ഉടമ്പടി എടുത്ത 2 മാസം ഞാൻ പത്രം കൊടുത്തായിരുന്നു. ഈ മാസം എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ എൻ്റെ അനുദിനാനുഗ്രഹിത പ്രാർത്ഥന ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൂടാണ്ട് സ്റ്റാറ്റസായിട്ട് ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് പെർമിറ്റ് വരാത്ത, ഞങ്ങൾ 4 പേർക്കായിരുന്നു വർക്ക് പെർമിറ്റ് വരാതിരുന്നത്. അതിൽ 3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ആ 4 പേരിൽ എനിക്കാണ് ഈ അടുത്ത് എല്ലാ കാര്യങ്ങളും ശരിയായത്. അപ്പോൾ അവരോട് ഞാൻ പറയുമായിരുന്നു, കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണ കാര്യം പറയുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ്റെ അനുദിനാനുഗ്രഹിത പ്രാർത്ഥനയുണ്ട്, അതാണെങ്കിലും കൂടി നോക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആ കുട്ടിയെ അതുപോലെ അത് കൂടി തുടങ്ങി ആ കുട്ടിക്ക് വർക്ക് പെർമിറ്റ് വന്നു. ഇപ്പോൾ വിസയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം അപ്ലൈ ചെയ്തു. ഇപ്പം വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് മറ്റുള്ളവർ, എനിക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്തത്. അപ്പോൾ അവരും ഇപ്പം അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇടുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നെ സ്വാധീനിച്ച ഒരു വചനം എന്ന് പറയണത് മനുഷ്യരുടെ മുൻപിൽ മത്തായി 10:32 മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയുന്നു എന്ന വചനമാണ്. കാരണം ഞാൻ ആരോടൊക്കെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ചിട്ട് വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾ മാതാവും ഈശോയും കൂടി ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തെല്ലാം തന്നിട്ടുണ്ട്. ഞാൻ നിയോഗം വെച്ചപ്പം എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ മക്കൾക്കും പേരിൽ ഞാൻ വെച്ചായിരുന്നു. ആ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. കാരണം ഇപ്പം എൻ്റെ ഈ വിസ വന്നതിൻ്റെ ടിക്കറ്റ് വന്നതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവരെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജോഫിയ ഉടമ്പടിയിലേക്ക് വരുന്നത് സുഹൃത്തുക്കളൊക്കെ വിദേശത്തേക്ക് പോകുമ്പോഴും ഇവർക്ക് 4 പേർക്ക് അത് പെൻഡിങ്ങായ സമയത്താണ്. ഉടമ്പടിയിലേക്ക് ജോഫിയ വന്നപ്പോൾ ജോഫിയയ്ക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകൾ തെളിഞ്ഞുവെന്ന് മാത്രമല്ല, രോഗപീഠകളിൽ നിന്നൊക്കെ എല്ലാം സൗഖ്യം ലഭിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നതിലും അധികമാണ് ദൈവം നൽകുന്നത്. അതുകൂടാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ, സുവിശേഷം മറ്റുള്ളവർക്ക് പകരുവാനുള്ള കൃപ, അങ്ങനെ ഒത്തിരി മേഖലകളിലാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. മരിയൻ ഉടമ്പടി നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു. അതോടൊപ്പം സുവിശേഷം കൈമാറാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു.
പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.